ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് തന്നെ പവർ പോയിൻ്റ് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്നലത്തെ ലൈവിൽ നമ്മൾ സംസാരിച്ചത് മൊഡ്യൂൾ നമ്പർ 1 കുറിച്ചിട്ടായിരുന്നു. ആൻഡ് നമ്മൾ ഇന്നത്തെ ലൈവിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 3 ആണ്. മൊഡ്യൂൾ നമ്പർ 3 പ്രൂസ് ആൻഡ് ഫിക്ഷൻ കാറ്റഗറിയാണ് മൊഡ്യൂൾ നമ്പർ 3 വരുന്നത്. അതിനകത്ത് കുറച്ച് പ്രൂസ് ബോക്സും ഉണ്ട്. കേട്ടില്ലടാ? അല്ല, മൊഡ്യൂൾ 3 ആണ്. സോറി കേട്ടോ, അതെനിക്ക് മാറിപ്പോയതാണ്. ടൈം ടേബിളിൽ മൊഡ്യൂൾ നമ്പർ 3 ആണ് കേട്ടോ. അവിടെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയത് ടൈം ടേബിളിനകത്ത്. മൊഡ്യൂൾ നമ്പർ 3 ആണ്. എന്തോ ചെയ്യും പിന്നീട് നെക്സ്റ്റ് സെറ്റ് ഓഫ് റിവിഷനിൽ നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 ചെയ്യും. ഹലോ, ഓക്കെ ഓക്കെ. നമുക്ക് എന്തായാലും അത് ചെയ്യാവേ. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ നമ്പർ 3 ആണ്. മൊഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത് പ്രൂസും ഫിക്ഷനും കൂടിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. കുറച്ച് നമ്പർ ഓഫ് പ്രൂസും ഉണ്ട്, അതേപോലെ കുറച്ച് നമ്പർ ഓഫ് ഫിക്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പോയട്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്പർ ഓഫ് സ്റ്റാൻസാസ്, നമ്പർ ഓഫ് ലൈൻസ്, സ്പീക്കർ, തീം, റൈം സ്കീമ ഒക്കെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളെക്കുറിച്ച് നമുക്കറിയേണ്ടാവണം. അതേപോലെ ഫിക്ഷൻ ആണെങ്കിൽ ക്യാരക്ടേഴ്സ്, സെറ്റിങ്സ്, അവർ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ, അവരുടെ ആ പ്ലേക്കകത്ത് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഫിക്ഷൻ്റെ അകത്ത് വരുന്ന ട്വിസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന സ്ഥലപ്പേരുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. എസ്പെഷ്യലി ക്യാരക്ടേഴ്സിന് നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ മൊഡ്യൂൾ നമ്പർ 3 വെച്ചിട്ട് നോക്കുന്നത്. നമുക്കപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസാണ്. ബേക്കൻ്റെ എസ്സേയ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കൻ്റെ എല്ലാ എസ്സേയ്സും, മജോറിറ്റി എസ്സേയ്സിൻ്റെയും ബിഗിനിങ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. ഓഫ് സ്റ്റഡീസ്, ഓഫ് ട്രൂത്ത്, ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഈ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന എസ്സേ ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു എസ്സേ ആണ് ഓഫ് സ്റ്റഡീസ്. സോ നിങ്ങൾ മുഴുവനായിട്ടും ഈ എസ്സേ കംപ്ലീറ്റ് ആയിട്ടും വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രാൻസിസ് ബേക്കൺ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് എംപിരിസിസം എന്നാണ്. ബേക്കൺ മൊത്തത്തിൽ ഒരു 58ഓളം എസ്സേയ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ 1625 എഡിഷൻസ് ഓഫ് എസ്സേയ്സ് ഓർ കൗൺസിൽസിലാണ് സിവിൽ ആൻഡ് മോറൽ ഫസ്റ്റ് എഡിഷൻ വന്നു. പിന്നെ സിവിൽ ആൻഡ് മോറൽ എന്ന് പറയുന്ന എഡിഷനിലേക്ക് വന്നപ്പോൾ 56ഓളം എസ്സേയ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിസ് ബേക്കൺ തൻ്റെ കളക്ഷൻ ഓഫ് എസ്സേയ്സിന് അദ്ദേഹം വിളിച്ചത് എസ്സേയ്സ് ഓൺ ഡിസ്പേഴ്സ്ഡ് മെഡിറ്റേഷൻസ് എന്നാണ് അദ്ദേഹം തന്നെ വിളിച്ചത്. ഓഫ് സ്റ്റഡീസ് റിവൈസ് ചെയ്ത് വന്നത് 1612 ഫസ്റ്റ് എഡിഷൻ സമയത്ത് ബേക്കൻ്റെ എസ്സേയ്സിൽ 10 എസ്സേയ്സാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് എഡിഷൻ പബ്ലിഷ് ചെയ്തത് 1597
സെക്കൻഡ് എഡീഷൻ പബ്ലിഷ് ചെയ്തത് 1612 തേർഡ് എഡീഷൻ പബ്ലിഷ് ചെയ്തതാണ് 1625. ആ സമയത്തേക്കാണ് ഈ പറയുന്ന 58ഓളം എസ്സേയ്സ് വന്നത്. ബേക്കൺ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോയൽ സൊസൈറ്റിയുടെ നമുക്കറിയാം ആ സമയത്ത് ബേക്കണൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുറേ സൊസൈറ്റീസും കുറേ ക്ലബ്സും ഒക്കെ ഫോം ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ റോയൽ സൊസൈറ്റിയുടെ ഒരു ഫൗണ്ടിങ് മെമ്പറും കൂടിയായിരുന്നു ബേക്കൻ്റെ ഈ എസ്സേ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് എസ്സേയ്സിൽ ഉണ്ടായിരുന്നു 1597. പിന്നീട് റിവൈസ് ചെയ്ത് 1612 ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഓഫ് സ്റ്റഡീസ് ബേക്കൻ്റെ എന്താ പറയുക വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ളൊരു എസ്സേയാണ് ഓഫ് സ്റ്റഡീസ്. ഓഫ് സ്റ്റഡീസിൽ ബേക്കൺ റെഫർ ചെയ്യുന്നത് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ് ആണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലേണിങ്ങിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വായിക്കുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോഴും നമുക്ക് എന്താണ് അല്ലെങ്കിൽ വായനയിലൂടെ നമുക്ക് കിട്ടുന്നത്, സ്റ്റഡീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ആ കാര്യങ്ങളെല്ലാമാണ് ഈ ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന എസ്സേയിൽ അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് എസ്സേ എന്ന് പറയുന്നത് റിച്ചാർഡ് സ്റ്റീലിൻ്റെ ട്രംപറ്റ് ക്ലബ്ബാണ്. ട്രംപറ്റ് ക്ലബ് ബ്രിട്ടീഷ് എസ്സേയിസ്റ്റും ഡ്രമാറ്റിസ്റ്റും പൊളിറ്റീഷ്യനുമായിരുന്നു റിച്ചാർഡ് സ്റ്റീൽ. അദ്ദേഹം ശരിക്കും അറിയപ്പെടുന്നത് തൻ്റെ എസ്സേയ്സിനേക്കാൾ കൂടുതൽ നമുക്ക് റിച്ചാർഡ് സ്റ്റീലിനെ പരിചയം എന്ന് പറയുന്നത് നമ്മുടെ എഡിസണുമായിട്ടുള്ള കൊളാബറേഷനാണ് നമുക്ക് റിച്ചാർഡ് സ്റ്റീലിന് നമുക്ക് ഇത്രയും പരിചയം ആക്കി തരുന്നത്. കാരണം ഈ ടാറ്റ്ലർ ആൻഡ് സ്പെക്ടേറ്റർ എന്ന് പറയുന്ന പീരിയോഡിക്കൽസിൻ്റെ ഒക്കെ ഒരു എമർജിങ് സമയത്ത് പേരും പ്രശസ്തിയും അല്ലെങ്കിൽ അതിലേക്കൊക്കെ വഴി എത്തിച്ചത് റിച്ചാർഡ് സ്റ്റീലും എഡിസണും കൂടിയിട്ടാണ്. ഈ ഒരു വേർഡ് ട്രംപറ്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് ശരിക്കും ഒരു ഇഡിയോവുമായി കണക്റ്റഡ് ആണ്. ഏതാണ്? ടു ബ്ലോ വൺസ് ട്രംപറ്റ് മീൻസ് ടു ബൂസ്റ്റ്. ആ ഒരു ഫ്രേസോ അല്ലെങ്കിൽ ആ ഒരു ഇഡിയമായിട്ടാണ് നമുക്ക് ഈ ട്രംപറ്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് കൂടുതലായിട്ട് പരിചയമുള്ളതായിട്ട് നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓതറെ സംബന്ധിച്ച് ഓതറും തൻ്റെ സുഹൃത്തുക്കളുമുള്ള ഒരു കോൺവെർസേഷനാണ്, ഒരു കമ്പാനിയൻ ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രിപ്പറേറ്ററി ഫോർ സ്ലീപ്പ്. ഓക്കെ, ഒറിജിനലി ഈ ഒരു ക്ലബിൽ ഏകദേശം ഒരു 15 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പല കാരണങ്ങൾ കൊണ്ടിട്ട് ഈ പറയുന്ന ട്രംപറ്റ് ക്ലബിൽ നിന്നും ഒരുപാട് പേര് കൊഴിഞ്ഞു പോവുകയും ഇപ്പോൾ ഉള്ളത് അവശേഷിക്കുന്നത് 5 മെമ്പേഴ്സാണ്. അതിൽ റിച്ചാർഡ് സ്റ്റീലും ഒരു മെമ്പറാണ്. ആൻഡ് ഇതിനകത്ത് ഗ്രേറ്റ് വിറ്റ് എമംഗ് ദ കമ്പനി, നല്ല വിറ്റുള്ള, നല്ല കാര്യങ്ങൾ ഭയങ്കര വിറ്റ്നസ്സോട് കൂടിയിട്ട് ചെയ്യുന്നത്. നമ്മൾ വിറ്റ് എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിയുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന റിച്ചാർഡ് സ്റ്റീലാണ്. ഇതിലെ ഈ ഒരു ക്ലബിലെ ഓൾഡസ്റ്റ് മെമ്പർ എന്നറിയപ്പെടുന്നത് സർ ജെഫ്രി നോച്ചാണ്. ഹി ഹാസ് ബീൻ ഇൻ പൊസിഷൻ ഓഫ് ദ റൈറ്റ് ഹാൻഡ് ചെയർ. നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഇവരെക്കുറിച്ച് എക്സ്ട്രാ ഈ പറയുന്ന പോയിൻറ്റ്സൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ദ ഒൺലി മാൻ ഹാവിങ് ലിബർട്ടി ടു സ്റ്റിർ ദ ഫയർ. ആ ട്രംപറ്റ് ക്ലബിൽ ആ ഒരു ഫയർ സ്റ്റിർ ചെയ്യാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഉള്ള വ്യക്തിയാണ്. ആൻഡ് ഈസ് ജെൻറ്റിൽമാൻ ഓഫ് ആൻ ഏൻഷ്യൻറ്റ് ഫാമിലി, ലുക്സ് അപ്പോൺ ഹിംസെൽഫ് എസ് ഓണസ്റ്റ് വർത്തി ജെൻറ്റിൽമാൻ, കോൾസ് എവറിത്തിങ് ഡ്രൈവിംഗ് മാൻ എ പിറ്റ്ഫുൾ എപ്സ്റ്റേർട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സർ ജെഫ്രി നോച്ചിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഈസ് എ ജെൻറ്റിൽമാൻ ഓഫ് ആൻ ഏൻഷ്യൻറ്റ് ഫാമിലി. അതുപോലെ തന്നെ ഈസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ റൈറ്റ് ഹാൻഡ് ചെയർ. നെക്സ്റ്റ് സീനിയർ എന്ന് പറയുന്നത് മേജർ മാറ്റ്ലോക്കാണ്. അദ്ദേഹം നമ്മൾ തൊട്ട് ആ ലാസ്റ്റ് സിവിൽ വാറിൽ പങ്കെടുത്തിട്ടുള്ള, അതുപോലെ തന്നെ ഒത്തിരി ബാറ്റിൽസിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മേജർ മാറ്റ്ലോക്ക്. ഈ കൺസിഡേർഡ് ദ ഫൈറ്റ് ഓഫ് March and Moose, a famous battle in the Civil War of 1642-49, as the one worth talking. അദ്ദേഹം ഈ പട്ടാളക്കാർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ ഈ പഴയ അവരുടെ വീരസാഹസ കഥകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ തൻ്റെ വീരസാഹസ കഥകളെക്കുറിച്ചും താൻ പങ്കെടുത്തിട്ടുള്ള ബാറ്റിൽസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ മേജർ മാറ്റ്ലോക്ക്. ആൻഡ് he has great esteem among the club members because he has been knocked off his holds at the rising of the London Apprentice. അപ്പോൾ ക്ലബ് മെമ്പേഴ്സിന് ഇടയ്ക്ക് അത്യാവശ്യം ഒരു റിച്ച് മാൻ പദവിയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം കേപ്പബിലിറ്റീസും കപ്പാസിറ്റീസും ഉള്ള ഒരു വ്യക്തിയായിരുന്നു മേജർ മാറ്റ്ലോക്ക്. തേർഡ് ഓഫ് ദി സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ പറഞ്ഞു, ഇപ്പോൾ ആകെ 5 മെമ്പേഴ്സ് അവശേഷിക്കുന്നുള്ളൂ. അതിൽ തേർഡ് മെമ്പർ എന്ന് പറയുന്നത് ഓൾഡ് ഡിക്ക്
റെപ്റ്റൈലാണ്. ഭയങ്കര ഗുഡ് നേച്ചർഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻറ്റ് മാനാണ്. വളരെ കുറച്ച് സംസാരിക്കുകയുള്ളൂ. മറ്റുള്ളവർ പറയുന്ന തമാശകളൊക്കെ കേട്ട് അദ്ദേഹം ചിരിക്കാറുമുണ്ട്. ഹി ബ്രിങ്സ് ഹിസ് 18-year-old നെഫ്യൂ അലോങ് വിത്ത് ദിസ്. തൻ ക്ലബിൽ വരുന്ന സമയത്ത് തൻ്റെ 18 വയസ്സ് പ്രായമുള്ള നെഫ്യൂവിനെ കൂടി അദ്ദേഹം കൂടെ കൊണ്ടുവരാറുണ്ട്. Hey Jack, you young men think this fool, but we old men know you are. ഇത് ഓൾഡർ ഡിക്ക് റെപ്റ്റൈൽ പിന്നെ നെഫ്യൂവിനോട് പറയുന്ന, നെഫ്യൂവിൻ്റെ പേര് ജാക്ക് എന്നാണ്. അതുപോലെ നമ്മുടെ ഹൂഡിബ്രാസ് എന്ന് പറയുന്ന സാമുവൽ ബട്ട്ലറിൻ്റെ സറ്റാറിക്കൽ പോയും ഈ എസ്സേയിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ ഇസ് റിച്ചാർഡ് സ്റ്റീൽ. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എ മാൻ ഓഫ് ഗ്രേറ്റ് ഡീൽ ഓഫ് ലേണിംഗ് ബട്ട് നോ നോളജ് ഓഫ് ദി വേൾഡ്. ദി കോൾ ഹിം എസ് എ ഫിലോസഫർ. ഇവിടെയുള്ള മെമ്പേഴ്സ് ഇതിൻ്റെ ഫിലോസഫർ എന്ന് വിളിക്കാറുണ്ട്. ഈ നമ്മുടെ ട്രംപറ്റ് ക്ലബിലെ എല്ലാ മെമ്പേഴ്സും പ്രിസൈസ്ലി ഈവനിങ് 6 o'clock മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഓതറാണ് എപ്പോഴും ലേറ്റായിട്ട് ഈ ഒരു ക്ലബിൽ വരുന്നത്. അതെന്തിനാണ് അങ്ങനെ വരുന്നത്? നമ്മുടെ ആ ഒരു മേജർ പറയുന്ന ഈ ബാറ്റിൽ സ്റ്റോറി കേൾക്കാണ്ടിരിക്കാനാണ് അദ്ദേഹം ലേറ്റായിട്ട് വരുന്നത്. സർ ജെഫ്രി നൂച്ച് ടെൽ ദ സ്റ്റോറി ഓഫ് എ ഓൾഡ് ഗ്ലോൺടിൽറ്റ്. ഒരു പഴയ കഥയും ഇദ്ദേഹം പറയാറുണ്ട്. ഈ എസ്സെ കൺക്ലൂഡ് ചെയ്യുന്നത് മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റിലെ ബുക്ക് നമ്പർ 2 കോട്ടിൽ നിന്നാണ്. ഹിസ് ടങ് ഡ്രോപ്ഡ് മന്ന. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ക്ലോസിങ് ലൈന് ഒക്കെ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഓൺ ടോളറൻസ് എന്ന് പറയുന്ന E.M. ഫോസ്റ്ററിൻ്റെ ഒരു എസ്സേയാണ്. E.M. ഫോസ്റ്റർ എന്ന് പറയുന്നത് 20th century ഇംഗ്ലീഷ് ഒരു ഫിക്ഷൻ റൈറ്ററും ഒരു എസ്സേയിസ്റ്റും ലിബറലിസ്റ്റും ഒക്കെയാണ്. ബ്ലൂംസ്ബെറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മെമ്പറും കൂടിയായിരുന്നു. ഈ എസ്സേ ബേസിക്കലി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ചാണ്, BBC പറഞ്ഞിട്ടുള്ളൊരു സ്പീച്ചാണ്. പിന്നീടാണ് നമ്മുടെ 2 Cheers for Democracy എന്ന് പറയുന്ന ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഓൺ ടോളറൻസ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇത് വേൾഡ് വാർ സെക്കൻഡ് അവസാനിച്ചതിന് ശേഷം സൂൺ ആഫ്റ്റർ പബ്ലിഷ് ചെയ്തൊരു എസ്സേയും കൂടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദ വാർ ഹാസ് കോസ്ഡ് ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് എവറി നേഷൻ സഫേർഡ് ദ കോൺസിക്വൻസ്. Everybody was talking about reconstruction. Foster felt that nothing entering the sound state of mind, diplomacy, education or trade conference could not function without fulfilling this basic requirement. അതായത് നമ്മുടെ വേൾഡ് വാർ സെക്കൻഡിൻ്റെ അവസാനിച്ചതിന് തൊട്ട് ശേഷമാണ് ഈ എസ്സേ പബ്ലിഷ് ആക്കിയത്. അപ്പോൾ വാറിനെക്കുറിച്ചും അതിൻ്റെ സഫറിങ്സിനെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇതിൻ്റെ കോൺസിക്വൻസ് ഓവർകം ചെയ്ത് ഒരു റീകൺസ്ട്രക്ഷൻ പോസിബിളാണ് എന്ന കാര്യങ്ങളൊക്കെ ഈ എസ്സേക്കകത്ത് പറയുന്നുണ്ട്. Foster does not agree with those people who believe that love is needed to rebuild civilization. ഇത് വാറൊക്കെ സംഭവിച്ച് മൊത്തം തകർന്നു കഴിയുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നത് എന്താണ്? ലവ് ഉണ്ടെങ്കിൽ നമുക്ക് റീബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതിനോട് ഫോസ്റ്റർ യോജിക്കുന്നില്ല. While admitting that love is a great force in private life, Foster puts forward the view that it does not work in public affairs. പ്രൈവറ്റ് ലൈഫിൽ ലവ് ഒരു പ്രധാനപ്പെട്ടതായിട്ട് മാറുമെങ്കിലും ഒരു പബ്ലിക് അഫെയർസിൽ അത് അങ്ങനെ ഫങ്ഷൻ ചെയ്യില്ല എന്ന വിശ്വാസമാണ് E.M. ഫോസ്റ്ററിന് ഉള്ളത്. അവിടെയാണ് അദ്ദേഹം ടോളറൻസിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ ബൈ ബെർട്രാൻഡ് റസ്സൽ. ബെർട്രാൻഡ് റസ്സൽ ഒരു ഇംഗ്ലീഷ് ഇൻ്റലക്ച്വലും ഫിലോസഫറും ഒക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 1872 to 1970 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കിൻ്റെ പേര് തന്നെ എന്താണ്? ഓട്ടോബയോഗ്രഫിയും തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ഓട്ടോബയോഗ്രഫിയും തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്ന ഇതിനകത്തൊരു ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്ന ഈ എസ്സേ എടുത്തിട്ടുള്ളത് റസ്സലിൻ്റെ തന്നെ അൺപോപ്പുലർ എസ്സേസിൻ്റെ കളക്ഷനിൽ നിന്നാണ് ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എടുത്തിട്ടുള്ളത്. ദെൻ ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസ് ബൈ ഡോക്ടർ രാധാകൃഷ്ണൻ. ഡോക്ടർ രാധാകൃഷ്ണൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട തടസ്സങ്ങളാണ് നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിന് ഉള്ളത്. ഇഗ്നോർ, ഡിസീസ് ആൻഡ് പോവർട്ടി. By eradicating ignorance, the other two can be
ഇറാഡിക്കേറ്റഡ്. അതായത് 3 ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇഗ്നോറൻസും ഡിസീസും പോവർട്ടിയും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ 3 ഇഗ്നോറൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റത് രണ്ടും ഓട്ടോമാറ്റിക്കലി, നമ്മൾ എഫേർട്ട് ഇട്ട് ഇഗ്നോറൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബാക്കി 2 നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഈ ഫസ്റ്റത്തത് ഒഴിവാക്കാൻ എടുക്കുന്ന എഫേർട്ടിൻ്റെ അത്രയും ആവശ്യം ഉണ്ടാവില്ല. ഇൻ അഡീഷൻ ടു ടെക്നോളജിക്കൽ നോളജ് വി നീഡ് വിസ്ഡം ആൻഡ് ഹ്യൂമനിസം. നമുക്ക് എത്ര ടെക്നോളജിക്കൽ നോളജ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളാണ് വിസ്ഡവും ഹ്യൂമനിസം. അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണനെ സംബന്ധിച്ച് ട്രൂത്ത് എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ മെയിൻ എയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിലുള്ള കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് എല്ലാം ഒരു ഇൻഡിവിജ്വലിനെ സെൽഫ് അവെയർനെസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾസ്, കോളേജസ്, ഫാമിലി, ഫ്രണ്ട്സ്, ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതെല്ലാം ഒരു ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുന്നത് അവൻ്റെ സെൽഫ് അവെയർനെസ് കിട്ടാനായിട്ടാണ്. അക്കോർഡിംഗ് ടു ഹിം സയൻറ്റിഫിക് നോളജ് ഇസ് ദ എസെൻഷ്യൽ ഇൻ ദ മോഡേൺ വേൾഡ്. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ വുതറിങ് ഹൈറ്റ്സ് എന്ന് പറയുന്ന വർക്കാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ഫിക്ഷൻ തന്നെയാണ് വുതറിങ് ഹൈറ്റ്സ്. എമിലി ബ്രോണ്ടയുടെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഫീച്ചേഴ്സും കഥകളും ഒക്കെ പറയുന്നുണ്ട്. ഒത്തിരി ട്വിസ്റ്റ്, നമ്മുടെ ഫ്ലാഷ് ബാക്ക്, അതിൻ്റെ ഒപ്പം തന്നെ പോകുന്ന ലീനിയർ പ്ലോട്ട്സ്, പ്രസൻറ്റ്, പാസ്റ്റ്, അങ്ങനെ പോകുന്ന രീതിക്കാണ് വുതറിങ് ഹൈറ്റ്സിലെ സ്റ്റോറി പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ PGക്ക് പഠിച്ചിട്ടുള്ള പലരും വായിച്ചിട്ടുണ്ടാവും വുതറിങ് ഹൈറ്റ്സ്, ആ ഒരു ഓർമ്മയുണ്ടാവും. ഇല്ലെങ്കിൽ ഇതിൻ്റെ സിനിമ അവൈലബിളാണ് വുതറിങ് ഹൈറ്റ്സിൻ്റെ, അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതുമല്ലെങ്കിൽ ഇതുപോലത്തെ നെറ്റിൽ ഇതുപോലത്തെ കുഞ്ഞ് എന്താ പറയുക, സമ്മറീസ് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതിയാകും. പിന്നെ നിങ്ങളുടെ എളുപ്പത്തിന് ഇതേപോലെ ഫാമിലി ട്രീ പിക്ചേഴ്സൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാമാണ്. ആനിമൽ ഫാം ഒരു നോവല്ലയാണ്. എന്താണ് നോവല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോവലിനേക്കാൾ ചെറുതും ഷോർട്ട് സ്റ്റോറിയേക്കാൾ വലുതുമായിരിക്കും നോവല്ല. ഒരു സാറ്ററിക്കൽ, അത് വെച്ചാൽ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഒരു ആക്ഷേപ്യ ഹാസ്യത്തിലൂടെയാണ് ഈ നോവല്ല പറയുന്നത്. ഒരു ബീസ്റ്റ് ഫേബിളാണ്. അതായത് ബീസ്റ്റ് ഫേബിൾ നമുക്കറിയാം, ഫേബിൾ എന്ന് പറഞ്ഞാൽ ഗുണപാഠ കഥകളാണ്. ബീസ്റ്റ് എന്ന് പറയുന്നത് ഈ ആനിമൽസിനെയൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 17 ഓഗസ്റ്റ് 1945 ഒരു കൂട്ടം ആനിമൽസ്, ഒരു ഫാമിലുള്ള ആനിമൽസ് ഹ്യൂമൻ ഫാർമേഴ്സിന് എഗെയിൻസ്റ്റ് റെബലായിട്ട് പോകുന്നതും ഹോപ്പിംഗ് ടു ക്രിയേറ്റ് എ സൊസൈറ്റി വെർ ആനിമൽസ് ക്യാൻ ബി ഈക്വലി ഫ്രീ ആൻഡ് ഹാപ്പി. മനുഷ്യരും അവർ തന്നെ ആനിമൽസിനെ ഫ്രീ ആയിട്ടും ഈക്വലായിട്ടും ട്രീറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി രൂപീകരിക്കണം എന്ന അവരുടെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു റെബല്യൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു സാറ്ററിക്കൽ അലിഗറിയും കൂടിയിട്ടാണ് റഷ്യൻ റെവല്യൂഷൻ്റെയും അതിലൂടെ വരുന്ന റൈസ് ഓഫ് സ്റ്റാലിൻ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിക്കുള്ള ഒരു ആക്ഷേപ്യ ഹാസ്യം തന്നെയായിരുന്നു ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാം എന്ന് പറയുന്ന നോവല്ല. ഇതും നിങ്ങൾക്കിതുപോലെ ക്യാരക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സും അവരാരാണ് അങ്ങനത്തെ ഇമേജസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് നോക്കുന്നത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഓൾഡ് മാൻ ആൻഡ് സീ. ഇതും ഒരു നോവലയാണ്. സാന്റിയാഗോയുടെ ഒരു എപ്പിക് സ്ട്രഗിളാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതായത് ഒരു ഫിഷിനെ കിട്ടാണ്ട് വരുമ്പോൾ ആൾക്കാർ അയാളെ കളിയാക്കുന്നതും അതുമൂലം അവരെല്ലാവരെയും തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ഓൾഡ് മാൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു എന്താ പറയുക, ഒരു ഫൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നോവല. അടുത്തത് റൂട്ട്സ് ആൻഡ് ഷാഡോസ് ബൈ ശശി ദേശ്പാണ്ഡെ. ഇത് ശശി ദേശ്പാണ്ഡെ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. ഇതും ഒരു ഇന്ത്യൻ ലാംഗ്വേജ്
ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യൻ നോവലാണ്, റിട്ടൺ ബൈ ശശി ദേശ്പാണ്ഡെ 1983. ഇതിൽ പ്രൊട്ടാഗണിസ്റ്റായിട്ട് വരുന്നത് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഇന്ദു ആണ്. അപ്പോൾ ഈ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ജോലിയും അവരുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും ഒക്കെ നോക്കണം. ഈ സ്റ്റോറി ബേസ് ചെയ്യുന്നത് കുറച്ച് തീംസിൻ്റെ ബേസ് ചെയ്തിട്ട് ട്രഡീഷൻ, ഫാമിലി ലൈഫ്, മാരേജ്, പേട്രിയാർക്കി, ഡൊമസ്റ്റിക് അബ്യൂസ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണ് റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന് പറയുന്ന വർക്ക്. ദെൻ അടുത്തത് അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ്. ആക്ച്വലി അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. കാരണം നമ്മുടെ കൊച്ചു കോട്ടയത്തെയും അയമീനം ടൗണും മീനച്ചിലാറും ഒക്കെ ഇത്രയും റിഫ്ലക്റ്റ് ചെയ്യുന്ന, ഇത്രയും ഫേമസ് ആക്കാൻ സഹായിച്ചത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ഈ ഒരു വർക്കാണ്. പക്ഷേ ഇതിനകത്തൊരു നൊസ്റ്റാൾജിക് എലമെൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അന്നത്തെ സൊസൈറ്റിയെയും ഓരോ ക്യാരക്ടേഴ്സിലൂടെ അന്നത്തെ സൊസൈറ്റി ഇഷ്യൂസിനെ കുറിച്ചും റൈറ്റർ സംസാരിക്കുന്നുണ്ട്. വെളുത എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ അതിന് എക്സാമ്പിളാണ്. അതേപോലെ അവർ മടങ്ങി വരുന്ന സമയത്ത് അവരുടെ മുന്നിൽ കാറിൻ്റെ മുന്നിലൂടെ പോകുന്ന ഒരു ജാഥയുണ്ട്. നമ്മുടെ ലാൽ സലാം എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ജാഥ അവരുടെ മുമ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അന്നത്തെ സൊസൈറ്റിയിലുള്ള കുറേ എലമെൻറ്റ്സ് കൂടിയിട്ടാണ്. പിന്നെ ബ്ലൂവസ്റ്റ് ഐസ് ബൈ ടോണി മോറിസൺ, ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പെക്കോളയുടെ കഥ പറയുന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന ആൾക്കാർ അനുഭവിക്കുന്ന കാസ്റ്റ് ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു വർക്കിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ ഓക്കെ, അത് ഞാൻ സ്കിപ്പ് വിട്ടുപോയി തോന്നുന്നു. ഓക്കെ, ഞാനിത് പറയട്ടോ. ഓൺ ദ റൂൾ ഓഫ് റോഡ് എന്ന് പറയുന്ന എസ്സേക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാവ് ഫ്രീഡം. പക്ഷേ അത് ഒരിക്കലും നമ്മൾ പറയില്ലേ, നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരേ ഉള്ളൂ. ആ എസ്സേക്കകത്ത് അതാണ് ഡീൽ ചെയ്യുന്നത്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ഫ്രീഡമുണ്ട് ആൻഡ് ഐ ആം എൻ ഇൻഡിവിജ്വൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോയിട്ട് രാത്രി കാലങ്ങളിൽ റോട്ടിൽ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ആസ് എ പെഡസ്ട്രിയൻ നമുക്കുള്ളതുപോലത്തെ തന്നെ ഫ്രീഡമും നമുക്കുള്ളതുപോലത്തെ തന്നെ അവകാശങ്ങളും ആർക്കുണ്ട്, ഡ്രൈവേഴ്സിനും ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കാര്യമാണ് ഇതൊക്കെ ഡീൽ ചെയ്തത് ഓൺ ദ റൂൾ ഓഫ് റോഡ് എന്ന് പറയുന്ന എസ്സേക്കകത്ത്. എനിക്ക് ഇത്രയും ക്ലിയർ ആണോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയാലോ? ഞാൻ ഈ കാണിക്കുന്നത് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. Where does the most of the action in the novel The Bluest Eye takes place? Lorraine, Ohio. What do baby Kochumma and Kochu Maria have in common? രണ്ടു പേർക്കും ഉള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? They both have a sedentary life, watch television. അത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, വളരെ TV കണ്ട് ജീവിക്കുന്ന ഒരു ലൈഫാണ് അവർക്ക് രണ്ടു പേർക്കും ഉള്ളത്. By profession, the protagonist of Roots and Shadow, Indu, is a journalist ആണ്. Who is Santiago's hero? Joy D. Marquio. With whom does a Napoleon play cards at the end of the novel Animal Farm? Mr. Pigginton. What is the name of the village near Wuthering Heights? Gimmerton. Foster says that when the love ends, dash starts. Tolerance. The essay on the rule of road by A.J. Gardner is taken from the anthology Leaves in the Wind. Okay. The Trumpet Club was published in February 11, 1710. Bacon says that to spend too much time for student a sloth. വെറുതെ കുറേ സമയം ഇരുന്ന് നമ്മൾ ബുക്ക് വായിച്ചു അതിനെല്ലാം കാറ്റഗറൈസ് ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈം ഒരു സ്ലോത്ത് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്.
According to Burton and Russell, dash is essential to the proper fulfillment of teachers' function, intellectual independence. According to Dr. Radhakrishnan, the humanity is important because it teaches us about our dash. നമ്മുടെ നേച്ചർ, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് അവരെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് മൊഡ്യൂൾ നമ്പർ 3യുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചോദിക്കാനുണ്ടോ?